ആയുർവേദ വിധികളിലെ പ്രധാനപ്പെട്ട ഒരു ദശപുഷ്പം. അതാണ് കയ്യോന്നി. മുടി തഴച്ചു വളർന്ന് കാർകൂന്തലായി മാറാൻ ഉപയോഗിക്കുന്ന എണ്ണകളിലെ പ്രധാന ചേരുവ എന്ന നിലയ്ക്കാണ് കയ്യോന്നി കൂടുതൽ ശ്രദ്ധ നേടുന്നത്. നമുക്കേറെ പരിചിതമായ നീലിഭൃങ്കാദി, ഭൃങ്കാമലകാദി തുടങ്ങിയ എണ്ണകളുടെ നിർമ്മാണത്തിലെ പ്രധാന ചേരുവകളിലൊന്നാണ് കയ്യോന്നി. കാർകൂന്തൽ കാത്തുസൂക്ഷിക്കാനുള്ള കാച്ചെണ്ണകളിൽ കയ്യോന്നി കൂടിയേ തീരൂ. കേശ സംരക്ഷണത്തിനുള്ള എണ്ണ തയ്യാറാക്കുന്നവർ കയ്യോന്നിയെ ഉപേക്ഷിക്കുകയില്ല. ഒരുപക്ഷെ റെഡിമെയ്ഡ് എണ്ണകൾ വിപണി കീഴടക്കിയതോടെ ആവണം വീട്ടുമുറ്റങ്ങളിൽ നിന്നുപോലും നിവൃത്തിയില്ലാതെ കയ്യോന്നി പിൻനിരയിലേക്ക് എത്തിയത് എന്ന് പറയാം. കയ്യുണ്ണി, ഭൃംഗരാജ് എന്നെല്ലാം കയ്യോന്നിക്ക് പേരുകളുമുണ്ട്. കയ്യോന്നിയുടെ ഇല, പൂവ്, കായ എന്നിവയെല്ലാം എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷിൽ ഫോൾസ് ഡെയ്സി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. പ്രചുര പ്രചാരം നേടിയ സുന്ദരപുഷ്പമായ ഡെയ്സി പൂവിനോട് കയ്യോന്നിയുടെ പൂവിനുള്ള സാമ്യമാണ് ഇതിന് ഫോൾസ് ഡെയ്സി എന്ന പേര് കിട്ടാൻ കാരണം. യഥാർത്ഥ ഡെയ്സി പൂവല്ല എന്നേ ഇതിനർത്ഥമുള്ളൂ. ഡെയ്സി പൂവിൻ്റെ കുടുംബക്കാരിയുമല്ല കയ്യോന്നി. പകരം സൂര്യകാന്തി പൂവിൻ്റെ കുടുംബാംഗമാണ് കയ്യോന്നി. ചെറിയ പൂക്കൾക്ക് വെള്ള നിറമാണ്. എക്ലിപ്റ്റ പ്രോസ്ട്രേറ്റ എന്നാണ് സസ്യനാമം. നനവുള്ള സമതലങ്ങളിലും വയൽ വരമ്പുകളിലുമൊക്കെ കയ്യോന്നി തഴച്ചു വളരുന്നു. മുടി വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനു പുറമെ കരളിൻ്റെ ആരോഗ്യത്തിനും രക്തത്തിലെ പഞ്ചസാരയുടെ തോത് നിയന്ത്രിക്കുന്നതിനും ശരീരത്തിലെ കൊളസ്ട്രോൾ നില ക്രമീകരിക്കുന്നതിനുമെല്ലാം കയ്യോന്നി ഉപകാരിയാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും പല്ലുകളുടെയും മോണകളുടെയും ആരോഗ്യം സംരക്ഷിക്കാനും ചുമ, കഫക്കെട്ട് എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു. ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കൾ നീക്കം ചെയ്യുന്ന നിരോക്സീകാരകങ്ങൾ ഇതിൽ സമൃദ്ധമായി അടങ്ങിയിട്ടുണ്ട്. വെഡിലോ ലാക്ടോൺ, ലൂട്ടിയോളിൻ, എപ്പിജെനിൻ എന്നിവയ്ക്ക് പുറമെ ഫ്ലേവനോയിഡുകൾ, ഫീനോളുകൾ എന്നിവ ഇതിന് നിരോക്സീകാര സ്വഭാവവും പകർന്നു നൽകുന്ന ഘടകങ്ങളാണ്. കയ്യോന്നി ഉപയോഗിക്കുന്നത് ശരീരത്തെ പലവിധ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ പര്യാപ്തമാണ്. വേദനാ സംഹാരിയായി പ്രവർത്തിക്കാനും കയ്യോന്നിക്ക് കഴിയും. കയ്യോന്നി വിവിധ തരത്തിലാണ് സേവിക്കുന്നതും ഉപയോഗിക്കുന്നതും. ഇലകൾ അരച്ച് കുഴമ്പ് രൂപത്തിലാക്കിയും കഷായം തയ്യാറാക്കിയും എണ്ണയിൽ ചേർത്തും അങ്ങനെ വിവിധ രീതികളിൽ. മുടി വളർച്ച മെച്ചപ്പെടുത്താനും താരൻ ശല്യം പരിഹരിക്കാനും മുടി നരയ്ക്കുന്നത് തടയാനും കുഴമ്പായും എണ്ണയായും കഷായമായും ഒക്കെ കയ്യോന്നി ഉപയോഗിക്കാറുണ്ട്. ഇല ചതച്ചരച്ച് തയ്യാറാക്കുന്ന കുഴമ്പാണെങ്കിൽ കുളിക്കുന്നതിന് മുൻപ് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കും. 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയണം. ഭൃംഗരാജ തൈലം തലയോട്ടിയിലും മുടിയിലും നന്നായി തേച്ചു പിടിപ്പിച്ചിട്ട് കുറച്ചുനേരം കഴിഞ്ഞ് കഴുകിക്കളയുന്നതും നല്ലതാണ്. താരനും മറ്റും അകറ്റാൻ ഇപ്പോൾ ചെയ്യുന്ന പലതരം കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളുടെ സ്ഥാനത്ത് കയ്യോന്നി ഇല ഉൾപ്പെടെയുള്ള 8 ഇലകൾ, അഷ്ടപത്രി ചേർത്ത് തയ്യാറാക്കുന്ന കുഴമ്പ് മതിയാകുമെന്നാണ് പാരമ്പര്യ വൈദ്യം നമ്മോട് പറയുന്നത്.